സന്തോഷമുള്ള ദൈവമക്കൾ ഒരു പ്രാവശ്യം കൂടി ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഒരു മാനുഷ്യ ശബ്ദം ഇന്ന് രാത്രി കേൾക്കാതെ ദൈവിക ശബ്ദം മാത്രം കേട്ടുകൊണ്ട് ആരാധിക്കുവാൻ ഇന്ന് രാത്രി ഒരുക്കത്തോടെ ഒരു നിമിഷം കൂടി അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അന്യഭാഷയിൽ അല്പസമയം ദൈവത്തെ സ്തുതിക്കാമോ? കേട്ട് വെറുതെ ഇരിക്കാതെ അനുഗ്രഹം പ്രാപിച്ച് ഇന്ന് രാത്രി മടങ്ങിപ്പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എനിക്ക് വലിയ വിശ്വാസമുണ്ട്, എൻ്റെ യേശു ഇന്ന് രാത്രി ഈ സ്റ്റേജിനകത്തുണ്ട്, ഈ പുത്തൂർമുക്കിൽ വന്നിട്ടുണ്ട്. ഞാനത് വെളിപ്പാടിൽ കാണുകയാണ്, ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഇന്ന് രാത്രി സമാധാനമില്ലാത്തവരെ, പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില യുവാക്കളെ ഇന്ന് രാത്രി കർത്താവ് തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരിങ്ങനെ ചിന്തിക്കുന്ന, കർത്താവേ എൻ്റെ പാപം ഭയങ്കരമാണല്ലോ, യേശു ക്ഷമിക്കുമോ, പ്രൈസലോ എന്നൊക്കെ ചിന്തിക്കുന്ന അനേക യുവാക്കൾ ഈ ദേശത്തുണ്ട്. അവരോട് ഇന്ന് രാത്രി ദൈവാത്മ സംസാരിക്കാൻ പോവുകയാണ്. അല്പസമയം കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവസാന്നിധ്യം ഈ സ്റ്റേജിനകത്ത് ഇറങ്ങട്ടെ, പന്തലിൽ ഇറങ്ങട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങട്ടെ. ഇന്ന് രാത്രി ഇതിനകത്തിൽ ചില യുവതലമുറ തൊടട്ടെ, ഈ ദേശത്തെ കുടുംബങ്ങളെ തൊടട്ടെ. കർത്താവിന്റെ സാന്നിധ്യം അവിടേക്ക് അയക്കുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു. ഈ വർഷം ഈ പ്രയർ ഫെലോഷിപ്പ് ഗോസ്പൽ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മൂന്നാമത്തെ കൺവെൻഷനായ ഈ പുത്തൂർമുക്ക് കൺവെൻഷനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇന്ന് രാത്രി ഈ പന്തലിൽ കടന്നു വരുവാൻ സ്വർഗം ഒരുക്കിയ വലിയ പദവി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. എനിക്ക് സ്റ്റേജിൽ നിൽക്കുവാൻ ഒരു യോഗ്യതയില്ല കർത്താവെ. യോഗ്യത ഉണ്ടാക്കുന്നത് ദൈവമാണ്, യോഗ്യത ഉള്ളതാക്കുന്നത് അങ്ങയുടെ അഭിഷേകമാണ്. ഇന്ന് രാത്രി ആ അഭിഷേകം ഇതിനകത്തിരിക്കുന്ന അനേകരെ സ്പർശിക്കട്ടെ. ഹൃദയനുറുക്കത്തോടെ വന്ന സഹോദരിമാരെ, ഹൃദയനുറുക്കത്തോടെ വന്ന സഹോദരന്മാരെ, ഈ ദേശത്തെ അങ്ങ് സ്നേഹിക്കണമേ. അപകടങ്ങൾ ഒഴിവാകണമേ, അനർത്ഥങ്ങൾ ഒഴിവാകണമേ. ചില പുതിയ കുടുംബങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരണമേ. ജീവന്റെ പുസ്തകത്തിൽ ആമേൻ അനേകരുടെ പേരുകൾ ഇന്ന് രാത്രി എഴുതട്ടെ. പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവർ അത് നിർത്തട്ടെ. മദ്യപാനികൾ മടങ്ങി വരട്ടെ, പിന്മാറ്റവസ്ഥക്കാർ മടങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് അനേകരെ തൊടട്ടെ ഇന്ന് രാത്രി. അങ്ങനെ സംഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളെ മാറ്റി നിർത്തുകയാണ്, രാജേഷ് എന്ന വ്യക്തിയെ മാറ്റി നിർത്തി. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയുടെ ശുശ്രൂഷിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുക. ഈ ദേശത്തെ ചില അന്ധകാര ശക്തികൾ മാറി നിൽക്കട്ടെ. പിശാചിന്റെ പ്രവർത്തികൾ അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ കടന്നു വന്നത്. ഞാൻ കർത്താവ് യേശു ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. കർത്താവേ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കാരണം സന്തോഷം ഇവിടെ ഉണ്ട് എന്ന് പറയാൻ എനിക്കും സന്തോഷമുണ്ട്. സ്തോത്രം. കാരണം നമ്മുടെ യേശു ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു ഇവിടുത്തെ ബിസി പേഴ്സൺ. യേശു കർത്താവ് ഒരു ബിസി പേഴ്സൺ ആണ്. ഇവിടുത്തെ VIP എന്ന് പറയുന്നത് നമ്മുടെ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആമേൻ ഈ ദേശത്ത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുവാൻ എനിക്ക് അവസരമൊരുക്കി തന്ന എൻ്റെ ദൈവത്തിന് ഞാൻ ആദ്യമേ നന്ദി പറയുക. ഒരു തിയോളജി ഒന്നും ഇന്ന് രാത്രി ഇവിടെ പറയുന്നില്ല. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിനു മകനേ, കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിനു മകനേ. ഇത്തിരി നേരമേ ചാരത്തിരുന്നേശു ഒത്തിരി കാര്യങ്ങൾ ചൊല്ലി. ഇത്തിരി നേരമൻ ചാരത്തിരുന്നേശു ഒത്തിരി കാര്യങ്ങൾ ചൊല്ലി. കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിനു മകനേ, കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിനു മകനേ.
ചാരത്തിരുന്നേശു ഒത്തിരി കാര്യങ്ങൾ ചൊല്ലി. ഒത്തിരി നേരം ചാരത്തിരുന്നേശു ഒത്തിരി കാര്യങ്ങൾ ചൊല്ലി. കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്റെ മകനേ. കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്റെ മകനേ. Praise the Lord. Hallelujah. ശക്തിയോടെ hallelujah. Praise the Lord. 1600 വർഷങ്ങൾ കൊണ്ട് 40-ൽ പരം ആളുകൾ ഭൂലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരേ ആത്മാവിനാൽ 40-ൽ പരം ആളുകൾ ഒരേ ആത്മാവിനാൽ എഴുതപ്പെട്ട വിശുദ്ധ വേദപുസ്തകം. പ്രൈസ് ദി ലോർഡ്. ആ പുസ്തകവുമായി ഇന്ന് രാത്രിയിൽ ദേശത്തിന്റെ മുമ്പിലും നിങ്ങളുടെ മുമ്പിലും നിൽക്കുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ 2 ഭാഗമുണ്ട്. ഒന്ന് പഴയ നിയമം, 2 പുതിയ നിയമം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഓൾഡ് ടെസ്റ്റമെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റമെന്റ്. പ്രൈസ് ദി ലോർഡ്. 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ വിശുദ്ധ ബൈബിളിൽ ഒത്തിരി അത്ഭുതങ്ങൾ എഴുതിയിട്ടുണ്ട്. നടന്ന സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ ആദ്യമായി ചന്ദ്രനിൽ പ്രൈസ് ദി ലോർഡ് വായിച്ച വേദപുസ്തകം നമ്മുടെ ബൈബിളാണ്. സ്തോത്രം ചെയ്താട്ടെ. ചന്ദ്രനിൽ ശാസ്ത്രജ്ഞന്മാർ കൊണ്ടുപോയി വായിച്ച വേദപുസ്തകം ബൈബിളാണ്. നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമേ നമ്മുടെ ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി. പ്രൈസ് ദി ലോർഡ്. ആ പുസ്തകമായി നമ്മുടെ ഈ ദേശത്ത് നിൽക്കുക ഒരവസരം കൂടി ഒരുക്കാനായി സ്തോത്രം ചെയ്യുകയാണ്. ശാസ്ത്രജ്ഞന്മാർ ഇതിന്റെ പിന്നാലെയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർ പറയും ചൊവ്വയിൽ വെള്ളമുണ്ട്, പിന്നീട് പറയും ചൊവ്വയിൽ വെള്ളമില്ല. ശാസ്ത്രജ്ഞന്മാരുടെ വാക്കുകൾ മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആകാശം മാറും, ഭൂമി മാറും. ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങൾ ഇന്നും മാറാതെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ പുത്തൂർമുക്ക് ദേശത്തെ യേശു സ്നേഹിക്കുന്നു. ഒരു വചനം, നല്ലൊരു വചനം നമുക്ക് മുമ്പായി കേട്ടു. എൻ്റെ പിതാവാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കുടുംബമായി കോട്ടയത്ത് നിന്ന് പ്രദേശത്തുനിന്ന് 1989 90 കാലഘട്ടങ്ങളിൽ കർത്താവിന് വേലയ്ക്ക് ഇറങ്ങിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ചാൻസുകൾ വിദേശത്തൊക്കെ പോയി ചെയ്യാനുള്ള ഒത്തിരി ചാൻസുകൾ ആമേൻ എനിക്ക് വന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം ഉപേക്ഷിച്ച് ആമേൻ പിതാവിനോടൊപ്പം ചേർന്ന ഹല്ലേലൂയ കർത്താവിന്റെ വചനമായി ഇന്നും ദേശത്ത് ഞങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവനിൽ വിശ്വസിക്കുന്നവർ ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. സ്തോത്രം. ലജ്ജിപ്പിക്കുവാൻ പിശാചി നോക്കും, പക്ഷെ കർത്താവ് അത് സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. രക്തബന്ധത്തിനകത്തുനിന്ന് ഞങ്ങൾക്ക് നല്ല പ്രതികൂലമായിരുന്നു. സ്തോത്രം. എന്നാൽ ഒരു രാത്രിയിൽ 4 ആടുന്ന കട്ടിലുമായി, കയറുകട്ടിലുമായി കുറച്ച് പാത്രങ്ങളൊക്കെ അമ്മൻ പെറുക്കി ഒരു ചെറിയ വണ്ടിക്കായിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആ സംഭവം. കോട്ടയം ചിങ്ങവനം പ്രദേശത്തുനിന്ന് കൊളത്തുപ്പുഴ വനപ്രദേശത്തേക്ക് പ്രൈസ് ദി ലോർഡ് ഞങ്ങൾ വാഹനമേറി വന്നു, കർത്താവിന്റെ വേല ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവിടെയൊക്കെ ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായി. എൻ്റെ പിതാവിനെ റൂമിലിട്ട് എല്ലാവരും അടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊളത്തുപ്പുഴ വെച്ചെന്ന് ആ സ്ഥലത്ത് 4 സെന്റ് കല്ലുവെട്ടാൻകുഴി ഇന്ന് വലിയൊരു സഭ ഉണ്ടായി. അതിലെ സ്തോത്ര ഹല്ലേലൂയ. അവിടുന്ന് ഒരു മകൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ മകൻ നെന്നീച്ചിരുന്നാട്ടെ, അഭിലാഷം നെന്നീച്ചിരുന്നാണ്. പ്രൈസ് ദി ലോർഡ്. ആ ബ്രദർ ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഏകദേശം 10-12 കുടുംബങ്ങൾ, ജാതികൾ രക്ഷിക്കപ്പെട്ടു. യേശുവിന്റെ വിശ്വാസ സഭയിൽ കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എവിടെ പ്രതികൂലമുണ്ടോ അവിടെ ഉയർച്ചയുണ്ട്. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രതികൂലമുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് ദൈവാത്മ സംസാരിക്കുന്നുണ്ട്. പ്രതികൂലം വരുന്നത് ആമേൻ അനുഗ്രഹത്തിനാകട്ടോ. സ്തോത്രം. കട്ടത വരുന്നത് അനുഗ്രഹത്തിനാ. ഞാൻ വിശ്വസിക്കുന്ന വെളിപ്പാടിൽ യോഹന്നാൻ ആമേൻ പത്മോസിൽ പോയി ആമേൻ നാട് കടത്തപ്പെട്ട യോഹന്നാൻ ആമേൻ അവൻ കണ്ട വലിയൊരു നഗരം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് സ്വർഗീയ സിയോനെ കുറിച്ചാണ്. യെരൂശലേം എന്ന നഗരം. അവൻ കണ്ടത് സന്തോഷമുള്ളപ്പോഴല്ല കണ്ടത്. സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം ചെയ്താട്ടെ. അവൻ കണ്ട ദർശനം അവന്റെ കഷ്ടതയിലാണ്. സ്തോത്രം ചെയ്താട്ടെ. അവന്റെ ദുഃഖത്തിൽ
ദുഃഖത്തിന്റെ നടുവില. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് സന്തോഷമുള്ളപ്പോഴല്ല ദർശനം കാണുന്നത്? ദർശനം കാണുന്നത് നിന്റെ ദുഃഖ സമയത്തിലാ, നിന്റെ കയ്പിന്റെ അവസ്ഥയിലാ. കയ്പിന്റെ അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രിയിൽ? ദേശത്തിൽ പല കുടുംബങ്ങൾ കയ്പിന്റെ അവസ്ഥയിലുണ്ട്, സന്തോഷമില്ലാത്ത കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ഒരു വർത്തമാനം വിളിച്ചു പറയുവാനാണ് ഈ മൂന്നാമത് പുത്തൂർമുക്ക് കൺവെൻഷൻ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനായി കർത്താവ് ഇന്ന് രാത്രി ഒരുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരുക്കമുള്ള ദൈവമക്കൾ ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വരവിനായി ഒരുക്കമുള്ളവർ, രണ്ടാമത്തെ വരവിനായി ഒരുക്കമുള്ളവർ, പ്രത്യാശമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ വളരെയധികം ഷൂറിനാട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ ബിജു സഹോദരൻ, അദ്ദേഹം മുഖാന്തരം രാജേഷ് പാർഷയെ പരിചയപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. അവരും വളരെ സെറ്റോടുകൂടി കൊയറുമായി. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് സഹകരിക്കുന്ന ഓർത്ത് ഞങ്ങൾ അവരെ ഓർത്ത് ഞാൻ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ജോൺസൺ ബ്രദർ, അതേപോലെ പ്രിയ പാടുന്ന കീബോർഡ് വായിക്കുന്ന, ആമേൻ സ്തോത്രം, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ കൺവെൻഷനിലൊക്കെ അദ്ദേഹം പാടിയിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും പുത്തൂർമുക്കിന്റെ പ്രദേശത്തും ആമേൻ ഞങ്ങളോടൊപ്പം സഹകരിച്ച നിങ്ങളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രിയിൽ സ്നേഹബന്ധമാണ് രക്തബന്ധത്തെക്കാളും വിലയേറിയത്. സ്തോത്രം ചെയ്താട്ടെ. അതിനേക്കാളും വിലയേറിയതാണ് ആത്മീയ ബന്ധം. പ്രൈസ് ദി ലോർഡ്. ഒരു സ്പിരിച്വൽ റിലേഷൻ ആണ് ഇന്ന് രാത്രി നമുക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ദേശത്തോട് ദൈവാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനേകം പാപികൾ ദേശത്തുണ്ട്, പാപം ചെയ്യുന്നവർ ദേശത്തുണ്ട്. വഴക്കുണ്ടാക്കുന്ന, പ്രതികൂലം, പ്രയാസം. ആമേൻ. പുത്തൂർമുക്കിന്റെ ദേശത്ത് ഞാൻ കടന്നു വരുമ്പോഴൊക്കെ ഒത്തിരി പ്രതികൂലമുള്ള അനേകം പ്രദേശമാണ് ഈ പുത്തൂർമുക്ക് പ്രദേശം. എന്നാൽ ദൈവാത്മാവ് കഴിഞ്ഞ രാത്രിയിൽ എന്നോട് ഇടപെട്ട് ഇവിടെ സംസാരിക്കേണ്ട ആമേൻ വലിയൊരു വചനങ്ങളൊന്നുമല്ല. എന്നാൽ ഈ ദേശത്ത് അനേക യുവതലമുറകളെ കർത്താവ് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ മുമ്പായി കേട്ടു യേശുദാസ് ബ്രദറെ. ഇന്ന് അദ്ദേഹം പാസ്റ്ററാണ്. കാരണം ഹല്ലേലൂയ 3 വർഷത്തിന് മുന്നേ അദ്ദേഹം ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ ദേശത്തിലൊക്കെ ഈ സ്തോത്രം ജംഗ്ഷനിലൊക്കെ നിന്നതാണ്. പക്ഷെ ഇന്ന് കർത്താവിന്റെ വചനമായിട്ട് അനേക സ്ഥലങ്ങളിൽ ദൈവം തന്റെ ദാസനെ അയച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇന്ന് രാത്രി ചില യുവതലമുറ കർത്താവ് എണ്ണിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ഇത് രാജേഷ് പാസ്റ്റർ പറഞ്ഞത് പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് പറഞ്ഞതെല്ലാം നടന്നിരിക്കും. സ്തോത്രം. മനുഷ്യവാക്കുകൾ കേട്ട് നിങ്ങൾ ആര് കൈയടിക്കണ്ട. പരിശുദ്ധാത്മാവ് പറയുന്ന വാക്ക് കേട്ട് മാത്രം കരങ്ങൾ അടിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് പാപത്തിൽ നിന്നും രക്ഷ ലഭിക്കണമെങ്കിൽ ബൈബിൾ ചില വചനങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തിൽ നിന്നും കരകയറണം. ഞാൻ മുമ്പേ കണ്ടൊരു വെളിപ്പാട് ഇങ്ങനെയാ, ഞാൻ ചെയ്യുന്നത് വലിയ പാപമാണ്, യേശു ക്ഷമിക്കുമോ എന്നൊരു ചിന്ത എന്റെ ഹൃദയത്തിലുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് പെട്ടെന്ന് കൊണ്ടുവന്ന സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞാനും എന്റെ വൈഫിനോട് പ്രാർത്ഥിച്ചപ്പോഴും അതുണ്ടായി. ഈ പുത്തുമുക്കിന്റെ പ്രദേശത്തിൽ ആരൊക്കെ അങ്ങനെ സംസാരിക്കുന്നുണ്ട്? സഹോദരാ, നീ എത്ര വലിയ പാപം ചെയ്താലും ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നത് നീ മടങ്ങി വാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൺവെൻഷൻ ഞങ്ങളുടെ വിടുതലിന് വേണ്ടിയല്ല, നിങ്ങളുടെ വിടുതലിന് വേണ്ടിയാ. ഈ ദേശത്ത് പാപം എന്താ? പ്രൈസ് ദി ലോർഡ്. ആദിയിൽ പാപം ഉണ്ടായത് എവിടെയാ? ഏദനിൽ വെച്ചാ പാപം ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. തിന്നരുത് എന്ന് പറഞ്ഞത്, അതായത് അതിന്റെ അർത്ഥം എങ്ങനെയാ ദേശക്കാരോട് മനസ്സിലാക്കണമല്ലോ. ദൈവം അരുത് എന്ന് പറഞ്ഞത് ലംഘിച്ചതാണ് പാപം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൽപ്പന തെറ്റിച്ചതാണ് പാപം. ആ പാപം ഉണ്ടായത് സ്തോത്രം സാത്താൻ മുഖാന്തരമാണ്. ലൂസിഫർ. പ്രൈസ് ദി ലോർഡ്. ലൂസിഫർ എന്ന് കേൾക്കുമ്പോൾ ഇന്നല്ല എല്ലാ രോഗത്തിന്റെ പിന്നിലും ഇറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഷുഗർ, പ്രഷർ, ട്യൂമർ, പ്രൈസ് ദി ലോർഡ്, ഇതെല്ലാം ലൂസിഫറാണ് കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ രോഗം ഒരു ഭവനത്തിൽ കൊണ്ടുവരണം, സമാധാനം ഇല്ലാതാക്കണം, പാപം ചെയ്യിപ്പിക്കണം. ഇതെല്ലാം പിശാചിന്റെ തന്ത്രങ്ങളാണ്. അതിന്റെ തന്ത്രങ്ങളെ അറിയണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുവിൽ വിശ്വസിച്ച് അവന്റെ പാദപീഠത്തിൽ കൽപ്പന പ്രകാരം ജീവിക്കുന്ന ദൈവമക്കൾക്ക് പാപം ചെയ്യാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ പാപം എന്ന് പറഞ്ഞത് സ്തോത്രം ഈ ദേശത്തിനോടുള്ള ദൂതാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം അരുതേ അല്ലെങ്കിൽ തിന്നരുതേ എന്ന് പറഞ്ഞ ഫലം തിന്നപ്പോൾ അവരുടെ ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ബൈബിൾ പറയുന്നു, റോമാലേഖനം 3:23, അവൻ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ആമേൻ. പ്രൈസ്. ആ ദൈവ തേജസ് ഏദനിൽ വെച്ച് ആദാമിൽ നിന്നും ഹവ്വയിൽ നിന്നും നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം കൽപ്പന കൊടുത്തപ്പോൾ ഹവ്വയില്ലായിരുന്നു, ആദാമേ ഉള്ളായിരുന്നു. അപ്പൊ ആദ്യമേ പാപം ചെയ്ത പിശാചാണോ, ആദാമാണോ, ഹവ്വയാണോ? സംശയം വരുമല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം കൽപ്പന കൊടുത്തപ്പോൾ തിന്നരുതേ എന്ന് പറഞ്ഞ ഫലം തിന്നരുതെന്ന് പറഞ്ഞ ഫലം, ആമേൻ, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, പക്ഷെ തോട്ടത്തിലെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞപ്പോൾ ഹവ്വയില്ല, ഹവ്വ സൃഷ്ടിച്ചിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ കൽപ്പന കേട്ടത് ആദാമ,
അതിലുപരിയായി പിശാചും കേട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ കൽപ്പന ശരിക്കും വേണ്ടുവോളും ശരിയായ രീതിയിൽ ഹവ്വയോട് പറഞ്ഞു കൊടുത്തില്ല ആദാമ. ഇന്ന് ഭവനത്തിൽ അങ്ങനെയാ പാപങ്ങൾ ഉണ്ടാകുന്നത്. ഭർത്താവ് ഭാര്യയോട് ശരിയായ രീതിയിൽ കൽപ്പനകളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇന്ന് രാത്രി ഇവിടെ കേൾക്കുന്ന തിരുവചനം ഭവനത്തിൽ പോയി മക്കളോട് സംസാരിക്കണം. അല്ലെങ്കിൽ അവർ പാപം ചെയ്താൽ നിങ്ങൾ കേട്ട നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശിക്ഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദാം അങ്ങനെ പാപം ചെയ്തു. ഹവ്വയും ദൈവദേശം നഷ്ടപ്പെട്ടു. പിശാച് പറഞ്ഞു നിങ്ങൾ ദൈവത്തെ ഈ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അപ്പൊ ഭൂമിയിൽ പാപം ആദ്യമേ ഏതെല്ലാം ഉണ്ടായത്? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി. അപ്പൊ ദൈവത്തിന്റെ ഇമേജിലാണ്. അപ്പൊ നോക്കണം, മനുഷ്യന് ദൂതന്മാരെക്കാളും വളരെ പ്രാധാന്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിച്ച മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആദാം മുഖാന്തരം പാപമുണ്ടായെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം ജീവനുണ്ടായി. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആദാം മുഖാന്തരം പാപമുണ്ടായെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം ജീവനുമുണ്ടായി. ആത്മീയ മരണം അവിടെ സംഭവിച്ചപ്പോൾ ഭാരപ്പെട്ടു. ദൈവം തന്റെ യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ കർത്താവ് അധികാരം കൊടുത്തു. ലോകത്തെ സ്നേഹിച്ചു ദൈവം, തന്റെ പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ കർത്താവ് തന്റെ പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്നു, യാഗമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നാം ചെയ്യേണ്ട യാഗം കർത്താവ് ഏറ്റെടുത്തു. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചു. എവിടെ വെച്ചാൽ ആദിയിൽ പാപം ഉണ്ടായപ്പോൾ ആ പാപത്തിന് വേണ്ടി തന്റെ പുത്രനായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു. അതിനുവേണ്ടി സ്വന്തം യാഗമായി തീർന്നു. നമുക്കറിയാം പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ അവിടെ സ്തോത്രം അവരവർ ചെയ്യുന്ന പാപങ്ങൾ പക്ഷിമൃഗാദികളെ അർപ്പിക്കണം. അവിടെ ബ്ലഡ് കാണിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ നീ എനിക്ക് തരണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം അതിന് വിരുദ്ധമായി ഒന്നും പറഞ്ഞില്ല. പക്ഷേ അല്ലെങ്കിൽ യാഗം അർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് നീ താമസിക്കുന്ന സ്ഥലത്തല്ല, നിന്റെ വീട്ടിനകത്തല്ല, 3 ദിവസം നടന്നു ചെല്ലണം മോറിയ മലയിൽ. പ്രൈസ് ദി ലോർഡ്. അന്ന് യാഗം അർപ്പിക്കണമെങ്കിൽ അങ്ങനെയാ, അന്നത്തെ വിശ്വാസം അങ്ങനെയാ. ഇന്ന് ഒരു സ്തോത്രയാഗം അർപ്പിക്കണമെന്ന് പറയുമ്പോൾ തോന്നുന്നു അത് വളരെ ബുദ്ധിമുട്ടാണ്. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ അടിക്കണമെന്ന് പറഞ്ഞാലേ കരങ്ങളെ അടിക്കത്തുള്ളൂ. അന്നത്തെ യാഗം ദൈവത്തിന് സമർപ്പിക്കാൻ പർവ്വതങ്ങളിലൊക്കെ നടന്നു കയറുമായിരുന്നു. സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് നമുക്ക് എത്ര സൗഭാഗ്യം തന്നെന്നറിയാമോ? കാരണം എന്താ? നസറനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപത്തിന് വേണ്ടി സ്വന്തം യാഗം അർപ്പിച്ചത് കൊണ്ടാ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പസമയം കൂടി ദൈവത്തിന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. അപ്പോൾ ദൈവതേജസ് തിരിച്ചു ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തു ലോകത്തിൽ വരണം, നമുക്ക് വേണ്ടി യാഗമായി തീരണം. അങ്ങനെ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നു, നമുക്ക് വേണ്ടി പാപങ്ങൾ നമുക്ക് വേണ്ടി രക്ഷ നൽകി, നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി തന്റെ സ്വന്തം ശരീരം നൽകി, രക്തം നൽകി, ജീവൻ നൽകി, നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. ആ നഷ്ടപ്പെട്ടു പോയ, ഏതെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോയ ആ ദൈവതേജസ് നമുക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൂതുകളൊക്കെ പറയുമ്പോൾ എല്ലാവരും കരങ്ങളെ അടിക്കല്ലേ. ഈ യഥാർത്ഥ വചനങ്ങൾ ഇന്ന് രാത്രി ദേശത്തോട് പറയുമ്പോൾ ഒരു പാപി മാനസാന്തരപ്പെടണം. യേശു ക്രിസ്തു മുഖാന്തരം ജീവൻ ഉണ്ടായെങ്കിൽ, ആത്മീയ മരണം ഏതെങ്കിലും സംഭവിച്ചെങ്കിൽ ഇന്ന് രാത്രി ഒരു ആത്മീയ ജീവൻ നിലനിൽക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വിശ്വാസമുണ്ട് ദേശത്തിൽ ചില കുടുംബങ്ങളെ കർത്താവ് തൊടട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മൾ നോക്കിയേ, പ്രസംഗം തയ്യാറാക്കുന്നത് പ്രസംഗനാണെങ്കിലും വചനത്തിനൊരു വാതിലുണ്ട്. ആ വാതിൽ തുറക്കുന്നത് പ്രസംഗകനല്ല, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാ, ആരാധിക്കുന്ന ദൈവമക്കളാ. ഇന്ന് രാത്രി വാതിലിനെ അടയ്ക്കുന്ന പൈശാചിക പോരുകൾ ഇന്ന് രാത്രി ദേശത്തുനിന്ന് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ അല്പസമയം കൂടി ആ കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിനെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഏത് ആത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിനാൽ വചനം സംസാരിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പാപികൾ മാനസാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ. അനേക യേശുവിനെ കർത്താവായി സ്വീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭയമുള്ളവരാരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഭയമില്ലാതെ പോകാം. കാരണം യേശുവിനെ കർത്താവ് നേരിട്ട് പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടേണ്ട എന്ന വാക്ക് ബൈബിളിൽ 366 പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. 366 തവണ
ഭയപ്പെടേണ്ടെന്ന വാക്ക് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ ഭയം മാറണമെങ്കിൽ നമ്മൾ യേശുവിനെ പൂർണ്ണമായി ഒന്നും കൂടെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം. ഇന്ന് വിശ്വാസികൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ടോണം ഇന്ന് രാത്രിയിൽ. പ്രൈസ് ദി ലോർഡ്. സ്വഭാവത്തിന് ഒരു വ്യത്യാസം വരണം, കൊടുക്കൽ വാങ്ങലുകൾക്ക് ഒരു വ്യത്യാസം വരണം, ആത്മീയ കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസം വരണം. ഈ കൺവെൻഷൻ അതിനാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓരോ കൺവെൻഷൻ നടക്കുമ്പോഴും ഓരോ വർഷത്തെ കൺവെൻഷൻ കഴിയുമ്പോഴും ഇന്ന് രാത്രി ചിന്തിക്കണം, നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? പ്രൈസ് ദി ലോർഡ്. ആ നിത്യത്തിലേക്കുള്ള യാത്രയാണോ, അതോ ഇവിടെയൊക്കെ ഒരു ക്രൂസൈഡും ഒരു കൺവെൻഷൻ നടന്ന് നമ്മൾ കിടക്കുകയല്ല ചെയ്യേണ്ടത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ എവിടോട്ട് പോവുക? നിത്യത്തിലേക്ക് പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നിത്യത്തിലേക്ക് പോകണമെങ്കിൽ വളരെ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെന്ത് ചെയ്യണം? ആ സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ ചില വചനങ്ങളുണ്ട്. അത് ഈ ദേശത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പാപത്തിൽ നിന്നും രക്ഷ ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നീ ആമേൻ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ സംരംഭം നമുക്കറിയാം. കാരാഗ്രഹത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ച, രക്ഷയില്ല എന്ന് പറഞ്ഞ് ശ്രമിച്ച ഒരു കാരാഗ്രഹ പ്രമാണിയുടെ വിടുതല കാണുന്നത്. സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ഈ ദേശത്ത് ആത്മഹത്യ ശ്രമിക്കുന്ന ചിലവരോടുള്ള ദൂതാകട്ടോ. ഏറ്റെടുത്തോ. ജംഗ്ഷനുകളിലും വീടുകളിലും ആത്മഹത്യ ചെയ്യണം. ഇനി ഞാൻ ജീവിക്കുന്നില്ല, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ചില യുവാക്കളോട്, യുവതികളോട്, ചില കുടുംബങ്ങളോട് ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷൻ വിളിച്ചു പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ അടുത്ത വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3:19. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്. നിങ്ങളുടെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്താ മാനസാന്തരം? മനസ്സിനൊരു മാറ്റമാണോ? അതെ, മനസ്സിന് മാറ്റം തന്നെയാണ്. പക്ഷെ അതിലുപരി മാനസാന്തരം എന്ന് പറയുമ്പോൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ചിട്ട് നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിക്കണം. അതാ മാനസാന്തരം. സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തിൽ പാപം ചെയ്തു ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ചിലരോടാണ് ദൂത് പറയുന്നത്, നീ ഒന്ന് ഏറ്റുപറയണം, കർത്താവേ എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞാൻ ഇന്ന് രാത്രി വരെയും അല്ലെങ്കിൽ ഈ കൺവെൻഷന് മുമ്പേ വരെയും പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും അത് ഹിമ പോലെ വെളുപ്പിക്കും. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നീ എത്ര കൂടിയ പാപം ചെയ്താലും, എത്ര പ്രതികൂല ദേശത്ത് നീ സൃഷ്ടിക്കുന്നവരാണെങ്കിലും ഇന്ന് രാത്രിയിൽ നീ ഒന്ന് ഏറ്റുപറഞ്ഞ് ആമേൻ നീ മടങ്ങി വരുന്നതാണ്. അതാണ് രക്ഷ. അതാണ് നിനക്ക് ഏറ്റവും വലിയ മാനസാന്തരം. അതിനായി കർത്താവ് ഈ ദേശത്തിൽ അനേകരെ ഒരുക്കട്ടെ. അടുത്ത വാക്യം അതിന്റെ 2:38. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2:38. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ആ കാലഘട്ടത്തിൽ ആ സാഹചര്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നെങ്കിലും പ്രൈസ് ദി ലോർഡ് ആമേൻ നിങ്ങളുടെ പാപം നിങ്ങൾ ഏറ്റു പറഞ്ഞു, ഉപേക്ഷിച്ചു, ശരി തന്നെ. പ്രൈസ്. എന്നാൽ ഈ ഇവിടെ ഇരിക്കുന്ന കൺവെൻഷനിൽ ഇരിക്കുന്ന അനേക വിശ്വാസികളെ പോലെ നിങ്ങളും വന്നിരിക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് എന്റെ വചനം കേൾക്കുന്ന ചില വ്യക്തികളോടാണ് ആമേൻ ഈ മൈക്കിന്റെ പരിധിയിൽ കേൾക്കുന്ന ചില യുവാക്കളോട്, കുടുംബങ്ങളോട് വിളിച്ചു പറയുന്നു, ആദ്യമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. സ്നാനം ക്രിസ്തുവിനോട് ചേരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സ്നാനം, ജലസ്നാനം, വിശ്വാസ സ്നാനം അതേറ്റെങ്കിൽ മാത്രമേ യഥാർത്ഥമായി നിനക്ക് രക്ഷ ലഭിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം വായിക്കാം. 1 യോഹന്നാൻ 1:9. വചനത്തിന്റെ തെളിവുകൾ ഞങ്ങൾ എടുത്തു തരികയാണ്. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 1:9. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച്. അവൻ ഏറ്റുപറയുന്നവർക്കേ ഉള്ളൂ ഒരു കൺഫെഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഏറ്റുപറച്ചിൽ ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവേ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ വലിയ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം, അത് ഏറ്റുപറയണം. പ്രൈസോ. അത് നിനക്ക് പകരം മറ്റുള്ള കുഞ്ഞുങ്ങളല്ല ഏറ്റുപറയേണ്ടത്, മാതാപിതാക്കളല്ല ഏറ്റുപറയേണ്ടത്, നീ തന്നെ ഏറ്റുപറയണം. കർത്താവേ ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഏറ്റുപറയുന്നുവെങ്കിൽ
നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദേശത്തോടാ ദൈവാത്മ പറയുന്നത്, കർത്താവ് വിശ്വസ്തനാണ്, അവൻ നീതിമാനാണ്. അവൻ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒരു പ്രാവശ്യം കൂടി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 2:8 പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപയാലല്ലോ വിശ്വാസം മുഖാന്തരം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്തോത്രം, യേശുവിനെ കർത്താവായിട്ട് ഏറ്റുപറയുക. എന്നിട്ട് എന്തുവാ? അവൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്. രക്ഷ എന്താണ്? രക്ഷ നിത്യ ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതലാണ്. സ്തോത്രം ചെയ്താട്ടെ. ശിക്ഷാവിധിയുണ്ട്, ന്യായവിധിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. രണ്ടുണ്ട് കേട്ടോ. സ്തോത്രം. ആമേൻ. ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾക്ക്, ന്യായവിധി എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികൾക്ക്. സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ എന്ത് ന്യായമായ കാര്യം ചെയ്താലും അതിന് ന്യായവിധിയുണ്ട്. ഒരിക്കൽ നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏത് തെറ്റ് ചെയ്താലും അതിന് അവിടെ മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, നമ്മൾ ഇന്ന് രാത്രിയിൽ പന്തലിൽ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ, കർത്താവേ, എനിക്ക് ഒന്നുകൂടെ ഒന്ന് മാനസാന്തരപ്പെടണം, എനിക്ക് ഒന്നുകൂടെ ദൈവത്തോട് അടുക്കണം, എനിക്ക് ഒന്നുകൂടെ ദൈവത്തോട് ആരാധിക്കണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ അവൻ ഒന്ന് പ്രാർത്ഥിച്ചു പറ, കർത്താവേ, ഞാൻ ഏറ്റുപറയുന്നു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ദൈവത്തോട് അടുക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അടുക്കുവാതെ വണ്ണം പിശാച് പല പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. എനിക്ക് ആരാധിക്കണമെന്നുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്, എനിക്ക് ബൈബിൾ വായിക്കണമെന്നുണ്ട്, എനിക്ക് പരിശുദ്ധാത്മാവിൽ നിറയണമെന്നുണ്ട്. പക്ഷേ അതിനെ തടസ്സപ്പെടുത്തുന്ന വിരുദ്ധ പ്രവർത്തികൾ ഇന്ന് രാത്രി എന്റെ ഭവനം വിട്ടു മാറണം, എന്റെ ദേശം വിട്ടു മാറണം, എന്റെ ശരീരം വിട്ടു മാറണം എന്നാഗ്രഹിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി അഭിഷേകത്തോടെ ഒന്ന് ആരാധിക്കുക. നിന്റെ ശരീരം വിട്ടു മാറട്ടെ. ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയാതെ, ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ ശരീരത്ത് നിൽക്കുന്ന പൈശാചിക ശക്തികൾ, നിന്റെ കുടുംബത്തിൽ നിൽക്കുന്ന പൈശാചിക ശക്തികൾ ഇന്ന് രാത്രിയിൽ നിന്റെ ഭവനം വിട്ടു മാറട്ടെ. അഴിയട്ടെ ഇന്ന് രാത്രിയിൽ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റോമർ 10:13 വായിച്ചാട്ടെ. സ്തോത്രം. റോമർ 10:13. കർത്താവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും കർത്താവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പൊ യേശുവിന്റെ നാമത്തിൽ നീ ഇന്ന് രാത്രിയിൽ വിളിക്കുന്നുവെങ്കിൽ, അപേക്ഷിക്കുന്നുവെങ്കിൽ നീ രക്ഷ പ്രാപിച്ചത് തന്നെ. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുവാൻ ഒറ്റ നാമേ ഉള്ളൂ, അത് കർത്താവിന്റെ യേശുവിന്റെ നാമമാണ്. സ്തോത്രം ചെയ്താട്ടെ. മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒറ്റ നാമമുള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതിനെ വിളിച്ചു പറയാൻ ഒരു മടിയില്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ജംഗ്ഷനിൽ നിൽക്കുന്ന കുടുംബങ്ങളിൽ ഇവിടെ അനേകരും അത് വിളിച്ചു പറയാൻ പോവുകയാണ്. ഇനി അനേകരും യേശുവിന്റെ സാക്ഷികളായി മാറാൻ പോവുക, യേശുവിന്റെ മക്കളായി മാറാൻ പോവുക. നമ്മൾ അവന്റെ മക്കളല്ലായിരുന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും അവന്റെ മക്കളല്ലേ. നമ്മൾ അഡോപ്റ്റഡ് ചിൽഡ്രനാ, നമ്മളെ ദത്തെടുത്തതാ യേശു ക്രിസ്തു മുഖാന്തരം. പ്രൈസ് ദി ലോർഡ്. സ്വന്തം മക്കളാക്കി തീർന്നു. ഒരിക്കലും സ്വന്തം മക്കളായല്ലായിരുന്നു. സ്വന്തം. അത് എന്തുകൊണ്ടാ? യേശു നമുക്ക് വേണ്ടി ചാട്ടവാറിന് അടികൊണ്ട് 3 ആണിമേൽ അവൻ തറയ്ക്കപ്പെട്ടു. അവൻ രക്തം നൽകി തന്നു, അവന്റെ ശരീരം നമുക്ക് നൽകി തന്നു, ഈ ലോകത്തിന് വേണ്ടി നൽകി തന്നു, ഈ ദേശത്തിന് വേണ്ടി നൽകി തന്നു, ഓരോ മനുഷ്യർക്ക് വേണ്ടി നൽകി തന്നു. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, ഹല്ലേലൂയ, ഹിന്ദുക്കൾക്ക് വേണ്ടിയും മുസ്ലിങ്ങൾക്ക് വേണ്ടിയും സകല മാനവരാശിക്ക് വേണ്ടിയും എന്റെ കർത്താവ് കാൽവരി കുരിശിൽ 2000 പരം വർഷങ്ങൾക്ക് മുന്നേ അവൻ ബലിയാടായ ആ സ്നേഹത്തെ ഓർത്ത് ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ സ്തുതിക്കാമോ? അത് പറയുമ്പോൾ തന്നെ പിശാച് വിട്ടുമാറുക, അത് പറയുമ്പോൾ തന്നെ രോഗങ്ങൾ അഴിയുക, കർത്താവിന്റെ നാമം പറയുമ്പോൾ തന്നെ ബന്ധനം അഴിയുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുടെ വിശ്വസിക്കുക? അവൻ നമുക്ക് വേണ്ടി ബലിയാടായ സ്നേഹം. ഹല്ലേലൂയ. അതിനെ ഓർത്ത് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. യോഹന്നാൻ 17:3 പെട്ടെന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏകസത്യ ദൈവമായ നിന്നെ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. നിത്യജീവനാകുന്നു. ദൈവവേദനയിലെ
പാപങ്ങൾ ഏറ്റുപറഞ്ഞു, രക്ഷ പ്രാപിച്ചു, സ്നാനപ്പെട്ട ദൈവവൈതന്യ നിത്യജീവനുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ ഏറ്റുപറയാതെ ആമേൻ അവിടെ തന്നെ നിന്നോളാം, ഞാൻ നാളെ വരാം, നാളെ ഏറ്റുപറയാന്ന് പറഞ്ഞ് നിൽക്കരുത്. ഇതാകുന്നു സുപ്രധാന കാലം, ഇതാകുന്നു രക്ഷാദിവസം. ഈ കൺവെൻഷൻ അടുത്ത വർഷം നടക്കണമെന്നില്ല. സ്തോത്രം. അടുത്ത ദിവസം ഈ വചനം കേൾക്കണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സ്വീകരിച്ചോളാം, ഇപ്പോൾ ഏറ്റുപറഞ്ഞോളാം. ഇന്ന് രാത്രിയിൽ നിന്റെ വിടുതലിന് വേണ്ടി ഒന്നാമത്തെ ദിവസം ഒരുങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ ദിവസം നിന്റെ വിടുതല. ഈ കേൾക്കുന്ന ചില ഭവനത്തിന്റെ വിടുതല, രോഗികളായിരിക്കുന്നവർക്ക് വിടുതല. എന്താ? ആമേൻ. നിത്യജീവൻ അവകാശമാക്കണം. എറ്റേണൽ ലൈഫ് ലഭിക്കണമെങ്കിൽ, നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ, നിത്യരക്ഷ കണ്ടെത്തണം. ആ രക്ഷ കണ്ടെത്തണമെങ്കിൽ യേശുവിനെ കർത്താവായിട്ടൊന്ന് ഏറ്റുപറയണം, ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിക്കണം. ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:7 വായിച്ചാട്ടെ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ, നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഓ, നമുക്ക് തമ്മിൽ കൂട്ടായ്മ. ദൈവവും നമ്മളുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ ഇരുട്ടിൽ നടന്നാൽ കഴിയത്തില്ല, വെളിച്ചത്തിൽ നടക്കണം. പ്രൈസ് ദി ലോർഡ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചത് ദൈവമാണ്. ആദിയിൽ ഈ ലോകത്തിൽ ആദ്യമേ സൃഷ്ടിച്ചത് വെളിച്ചമാണ്, അല്ലെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ വെളിച്ചമാരാ? യേശുക്രിസ്തുവാ. യോഹന്നാൻ വിളിച്ചു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചം ലഭിക്കണമെങ്കിൽ ഇരുട്ട് മാറി, ഇരുട്ടിന്റെ അനുഭവത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടന്നു വരണമെങ്കിൽ യേശുവിനെ രക്ഷകനായി വിശ്വസിക്കണം. നിങ്ങൾ എവിടെ പോയാലും സമാധാനമില്ല, രക്ഷയില്ല, വിടുതലില്ല. കാശ് കൊടുത്താൽ രക്ഷ ലഭിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പുണ്യപ്രവൃത്തി ചെയ്താൽ രക്ഷ ലഭിക്കത്തില്ല. നിത്യരക്ഷ ലഭിക്കണമെങ്കിൽ നീ കർത്താവിനെ നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. വിശ്വാസം മാത്രമാണ് നമുക്ക് ആവശ്യം. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ അടുത്ത വാക്യോട് വായിക്കുന്നു. 1 പത്രോസ് 1:18 മുതൽ 20 വരെ. പ്രൈസ് ദി ലോർഡ്. വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു എന്ന നിർദോഷവും, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ആമേൻ. യേശുവിന്റെ രക്തത്താൽ നമുക്ക് വിടുതലുണ്ട്. യേശുവിന്റെ രക്തത്താൽ, യേശു നൽകിയ രക്തത്താലാണ് ശാപം മാറിയത്, പാപം ക്ഷമിച്ചത്, രോഗം മാറിയത്. അവൻ സാക്ഷാൽ കർത്താവ് യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുന്നേ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി അവൻ നമുക്ക് ശാപമായി തീർന്നു, നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചു. അങ്ങനെയാണ് ശാപം മാറിയത്. പ്രൈസ് ദി ലോർഡ്. അനേകർ പറയുന്നുണ്ട് ശാപ മുക്തി സ്തോത്രം മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശാപം മാറ്റാൻ കഴിവുള്ള യേശു മാത്രം കേട്ടോ. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒരു പാസ്റ്റർമാർക്കോ ഒരു കൂട്ടായ്മയ്ക്കോ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രോസ്പെരിറ്റി തിയോളജി ഉണ്ട്, എന്നാൽ ആ തിയോളജി അല്ല ഇന്ന് രാത്രി പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ വചനമാണ്, രക്ഷയാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. ഇന്ന് രാത്രിയിൽ കടന്നു വന്ന ദൈവമക്കൾക്ക് ഒരു ദൂതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കെടുക്കാം മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാർക്കോസ് 5:21 മുതൽ. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്നു കടലിനരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് 25 മുതൽ വായിച്ചാട്ടെ. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരിക്കുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പിറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ബാധ മാറി സ്വസ്ഥയായി എന്ന് ഈ സ്ത്രീ ശരീരത്തിൽ അറിഞ്ഞു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നാം പുതിയ നിയമം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു
പഴക്കം ചെന്ന രോഗങ്ങളെ തൊട്ട് സൗഖ്യമാക്കിയവനാണ്. സ്തോത്രം ചെയ്താട്ടെ. 40 വർഷം പഴക്കം ചെന്ന മുടന്തനെ അഭിഷേകം പത്രോസ് യോഹന്നാന്റെ അഭിഷേകം മുഖാന്തരം സൗഖ്യമായി. പ്രൈസ് ദി ലോർഡ്. അനേകം ദൈർഘ്യമുള്ള രോഗങ്ങളെ കർത്താവായ യേശു സൗഖ്യമാക്കി. 38 വർഷക്കാലമുള്ള രോഗമുണ്ട്. 12 വർഷക്കാലം നമ്മിപ്പം വായിച്ചത് 12 വർഷക്കാലത്തെ രോഗത്തെയാണ്, പഴക്കം ചെന്ന രോഗത്തെയാണ്. 10 വർഷത്തെ ഉണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. 18 വർഷമായ കൂനിയായ സ്ത്രീയെ കർത്താവായ യേശു തൊട്ടതായി നാം ബൈബിൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ വർഷങ്ങൾ പഴക്കം ചെന്ന രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാണ് യേശു. പ്രൈസ് ദി ലോർഡ്. യേശു രോഗങ്ങളെ സൗഖ്യമാക്കുന്നവൻ കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞങ്ങളുടെ വചനം കേൾക്കുമ്പോൾ ഈ ദേശത്ത് കുടുംബങ്ങളിൽ കടന്നു വന്ന ആർക്കെങ്കിലും മാറാ രോഗങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ വചനം വിളമ്പുമ്പോൾ തന്നെ, ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ ആ രോഗങ്ങൾ അപ്രത്യക്ഷമാകും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ തൊടുമ്പോൾ ശക്തിയുള്ളവരാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ യേശുവിനെ തൊട്ടാൽ മതി. നിനക്ക് ശക്തിയില്ലെങ്കിൽ ശക്തി ലഭിച്ചയക്കുന്ന കരുണാമയനായ കർത്താവ് ഇന്ന് രാത്രിയിൽ ഇതിനകത്താഗതനായിട്ടുണ്ട്. ഈ പുത്തുർമുക്കിൽ കടന്നു വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ എന്റെ മാതാവ് ഒരു വലിയ രോഗിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുഴകൾ യേശുവിനെ തൊട്ടപ്പോൾ, യേശുവിന്റെ വർത്തമാനം കേട്ട് മാറിയിരിക്കല്ല ചെയ്തത്, അവനെ തൊടാൻ ആഗ്രഹിച്ചപ്പോൾ, ഹല്ലേലൂയ, അവന്റെ വസ്ത്രത്തെയെങ്കിലും തൊട്ടാൽ മതിയെന്ന് ഈ സ്ത്രീ കരുതിയതുപോലെ ആമേൻ ഞങ്ങൾ പ്രാർത്ഥിച്ച്, എന്റെ ദൈവമേ, ആമേൻ, മാതാവ് പ്രാർത്ഥിച്ചു, എനിക്കൊരു വിടുതൽ തന്നാൽ ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങും, ഞാൻ സുവിശേഷമായി രാജ്യങ്ങൾ സഞ്ചരിക്കും, സ്റ്റേറ്റുകൾ സഞ്ചരിക്കുമെന്ന ദൃഢപ്രതിജ്ഞയോടെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, മാതാവിന്റെ രോഗത്തെ കർത്താവ് തൊട്ടതുകൊണ്ട് ഇന്ന് രാത്രിയിലും 24 മണിക്കൂർ പറഞ്ഞ മാതാവ് ഇന്ന് 38 വർഷമായി ജീവിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഈ വചനം പറയുമ്പോൾ തന്നെ രോഗങ്ങൾ വിട്ടുമാറട്ടെ. നിരാശയോടെ കടന്നു വന്ന് ഇന്ന് രാത്രി യേശു രക്തസ്രാവമുള്ള സ്ത്രീയെ തൊട്ടതുപോലെ ഇവിടെ ഇരിക്കുന്ന ആരെയൊക്കെ തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെ ബാധകളാ നിനക്ക് ശരീരത്തിലുള്ളത്, നിന്റെ ഭവനത്തിലുള്ളത്, നിന്റെ ദേശത്ത് നിന്നെ അലട്ടുന്നത്, ഇന്ന് രാത്രി സൗഖ്യമാക്കുവാൻ കഴിവുള്ള യേശു. ശബ്ദം ചെല്ലുന്ന സ്ഥലത്ത് വിടുതല. സ്വോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവ് സഞ്ചരിക്കുക. യേശു സഞ്ചാര സുവിശേഷകനാണെന്ന് പോ. അവൻ എന്റെ വചനം അതിവേഗത്തിലോടുന്നു. രക്തസ്രാവമുള്ള സ്ത്രീയുടെ രക്തസ്രാവം നിന്നതുപോലെ ഈ വചനം കേൾക്കുന്ന ചില കുടുംബങ്ങളിലെ അവൻ മദ്യപാനികൾ മദ്യം കഴിക്കുന്ന ഒരു ബാധയോ കേട്ടോ. നിന്നെ മദ്യപാനിയാക്കുന്ന ഒരു ബാധയോ, നിന്നെ രോഗിയാക്കുന്ന ഒരു ബാധയോ, ആ ബാധ ഒഴിഞ്ഞ് നീ സ്വസ്ഥനാക. ആരാധിക്കാൻ താല്പര്യമുള്ളവർ, കൃപ ലഭിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ ശക്തിയോടുന്ന ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇതിനകത്ത് നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നത് രാജേഷ് പാസ് മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നത് കൃപ ലഭിച്ച ദൈവമക്കൾ അടങ്ങിയിരിക്കരുത്. എനിക്ക് തോന്നുന്നു ആ ബാക്കിലിരിക്കുന്ന ചില സഹോദരന്മാരെ ദൈവം തൊടുകയാണ്. ഇന്ന് രാത്രിയിൽ ശരീരത്തിലെ ബാക്ക് പെയിൻ എന്ന രോഗം വെളിപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി ആർക്കൊക്കെയുണ്ട് വിട്ടുമാറാത്ത ചില ബാക്ക് പെയിനുകൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. വിട്ടുമാറാത്ത ജോണ്ടിസ് ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. വിട്ടുമാറാത്ത ഹെഡേക്ക് ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. പഴക്കം ചെന്ന രോഗങ്ങൾ, ക്യാൻസറിന്റെ രോഗങ്ങൾ, ടിവിയുടെ രോഗങ്ങൾ, മരിക്കാൻ കിടക്കുന്ന ചില രോഗികൾ എണ്ണിക്കട്ടെ രാത്രി. ബ്ലീഡിംഗ് വുമനെ തൊട്ടതുപോലെ ഇന്ന് രാത്രിയിൽ ബ്ലീഡിംഗ് നിൽക്കാതെ വണ്ണം ആശുപത്രിയിൽ കഴിയുന്ന ആമേൻ ഹല്ലേലൂയ ചില സഹോദരിമാരെ ഇന്ന് രാത്രി എന്റെ യേശു തൊടട്ടെ. പരിശുദ്ധാത്മ സഞ്ചരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മ അനേകരെ തൊടുന്നുണ്ട്. കൃപനാംശ ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പത്രോസിന്മേൽ വീണ അഭിഷേകം, യോഹന്നാന്റെ മേൽ അവൻ വീണ അഭിഷേകം ഇന്ന് രാത്രി ചില സഹോദരന്മാരുടെ മേൽ വീഴട്ടെ. ചില മാതാപിതാക്കളുടെ മേൽ വീഴട്ടെ. ഇന്ന് രാത്രി ഷുഗർ നോർമലാകട്ടെ. കിഡ്നി രോഗികൾ സൗഖ്യമാകട്ടെ. പാറശാലയിലുള്ള ഒരു പൈതൽ ബ്ലഡ് ക്യാൻസർ വന്ന് അവൻ തകർന്നു. അവൻ പിതാവ് SP ഓഫീസില് ഒരു വലിയ സൂപ്രണ്ട് തകർന്നിരുന്നു. ഞങ്ങളുടെ പേർ ഗ്രൂപ്പിൽ വിളിച്ചു പറഞ്ഞു, പക്ഷേ പ്രാർത്ഥിക്കണം. അവൻ മാതാവും പിതാവും പേപ്പാടിൽ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്തിൽ 4ാമത്തെ നിലയിൽ അവർ മരിക്കാറായി. അവൻ ആത്മഹത്യ ചെയ്യാൻ കുടുംബം അവൻ ഒരുമിച്ച് ആഗ്രഹിച്ചപ്പോൾ അന്ന് രാത്രി വിളിച്ചു പറഞ്ഞു. ഞാൻ പ്രേയർ സെല്ലിൽ എല്ലാം വിളിച്ചു പറഞ്ഞു. അവൻ ആകെ ഒരു മകനേ ഉള്ളൂ. കർത്താവ്
സൗഖ്യമാകുമോ ഇല്ലയോ സംശയമോ, ഭാരപ്പെട്ടിരുന്നു, വളരെ വിഷമത്തോടിരുന്നു. ആ കുടുംബത്തിലേക്ക് കാട്ടാക്കട ഒരു ഹാളിൽ ഞങ്ങൾ കുടുംബമായി ഗ്രൂപ്പായി പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് ദൈവശക്തി പുറപ്പെട്ടു. ആ ഹോസ്റ്റലിൽ, മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ 4ാമത്തെ നിലയിൽ ആ മകന്റെ മേൽ തൊട്ട അഭിഷേകം ഇന്ന് രാത്രിയിൽ നിന്റെ ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ, നിനക്ക് വിട്ടുമാറാത്ത ബാധകൾ ഒഴിയട്ടെ. ഇന്ന് രാത്രി ഈ ദേശത്ത് കൺവെൻഷൻ രോഗികളെ തൊടട്ടെ. നിന്റെ രോഗം മാറുമ്പോൾ നീ യേശുവിൽ നിന്ന് പിന്മാറി പോകരുത്, ഉറച്ചു നിൽക്കണം, സ്നാനപ്പെടണം, രക്ഷപ്പെടണം. ഇന്ന് രാത്രി മടങ്ങിവോ. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ വീര്യപ്രവർത്തികളാൽ ഈ ലോകത്തിൽ കടന്നു വന്ന് അത്ഭുതങ്ങൾ ചെയ്ത യേശു ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമേ, ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇവിടുന്ന് ഒരു ശക്തി പുറപ്പെടട്ടെ. യേശുവിന്റെ ശരീരത്തിൽ നിന്നും ഒരു ശക്തി പുറപ്പെട്ടപ്പോൾ രക്തസ്രാവം നിന്നെങ്കിൽ നിന്റെ മദ്യപാനം ഇന്ന് രാത്രി നിൽക്കുകയാണ്. ഓ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. നിന്റെ സാമ്പത്തികമെല്ലാം ആശുപത്രി കൊണ്ട് കളയല്ലേ. ഓ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടുവരിക പിശാച് ലൂസിഫർ ആഗ്രഹിക്കുന്നത്. പക്ഷെ നീ യേശുവെ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, യേശുവെ ഞാൻ നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു. കേട്ടത് കൊണ്ട് മാറിയിരുന്നില്ല അവള്, ഓടി വന്ന് തൊട്ടപ്പോൾ അവൾ അറിഞ്ഞു. അറിയട്ടെ ചിലർ ഇന്ന് രാത്രി എന്റെ കർത്താവ് യേശു ഇന്ന് രാത്രി ഇവിടെ വരട്ടെ. ആമേൻ. ഞങ്ങൾക്കൊന്നും പറയുവാൻ, ഞങ്ങൾക്കൊന്നേ വിളിച്ചു പറയാനുള്ളൂ. യേശുവിനെ നീ ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിക്കുക. നീ വാഗൊണ്ട് നേറ്റുപറ, എന്റെ പാപം ക്ഷമിക്കണമേ. ഇതുവരെ ഞാൻ ലോക മനുഷ്യനാ, എന്നാൽ ഇന്ന് രാത്രി മുതൽ ഞാൻ ഒരു ആത്മീയ മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നു. ലോക മനുഷ്യന്, പ്രാകൃത മനുഷ്യൻ അങ്ങനെ ഇന്ന് രാത്രി ദേശത്തുണ്ട്. നിന്റെ പ്രാകൃത അവസ്ഥ മാറി, നിന്റെ വിരൂപം മാറി, നിനക്ക് മടങ്ങി വരണമെങ്കിൽ നീ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്ന സത്യവചനങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ കൺവെൻഷനിലൂടെ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ, നിന്റെ വിരൂപം മാറി, നിന്റെ ശരീരത്തിന്റെ ഷേപ്പ് മാറി, നിന്റെ ത്വക്കിന്റെ രോഗങ്ങൾ മാറി, ഇന്ന് രാത്രി മടങ്ങി പോ. ദൈവം നിന്നെ സൗഖ്യമാക്കുക. പ്രാപിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന അടങ്ങിയിരിക്കരുത്. പ്രാപിച്ച ദൈവമൊക്കെ പ്രാപിച്ചോണ്ട് പോ, ശക്തിയോടെ പ്രാപിച്ചോണ്ട് പോ. 1ാമത്തെ ദിവസത്തിന്റെ വിടുതൽ ആരംഭിക്കട്ടെ. 1ാമത്തെ ദിവസം യേശുവിന്റെ ശക്തി പുറപ്പെടട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവേ, ഇന്ന് രാത്രി അനേകരെ തൊടട്ടെ, മാനസാന്തരപ്പെടട്ടെ, സ്നാനപ്പെടട്ടെ, ഇതിനകത്ത് ഓടി വരട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ചില മദ്യപാനികൾ ഓടി വരുന്നുണ്ട്. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പുത്തുമുക്ക് ജംഗ്ഷനിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയ അപകടമുണ്ടാക്കുന്ന, അനർത്ഥമുണ്ടാക്കുന്ന, കൊലപാതകമുണ്ടാക്കുന്ന, അപകടമുണ്ടാക്കുന്ന ചില ശക്തികൾ ഈ ദേശം വിട്ടത് രാത്രി ഓടുക. പ്രാപിക്കട്ടെ. ഇന്ന് രാത്രി ദേശത്ത് സമാധാനമില്ലാതാക്കുന്ന, കുടുംബങ്ങളെ, ജനത്തെ കടത്തിവിടാതെ ബന്ധിക്കുന്ന, ആമേൻ, രക്ഷിക്കപ്പെടുവാൻ കഴിയാതെ വണ്ണം, ആമേൻ, ഹല്ലേലൂയ, ഒരു ജനനം അഭിഷേകം പ്രാപിക്കാൻ കഴിയാതെ വണ്ണം ബന്ധിക്കുന്ന എല്ലാ ബന്ധനങ്ങളും ദേശം വിട്ടു മാറട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിനകത്ത് ദൈവശക്തി ഇറങ്ങിയ ഇവിടുന്ന് പ്രാപിച്ച അഭിഷേകത്തോടെ ഇന്ന് രാത്രി വീടിനകത്ത് കാലുകൾക്ക് ഇന്ന് രാത്രി വീടിനകത്ത് ബന്ധിക്കുന്ന ബന്ധനങ്ങൾ, സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന, സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന, നിന്റെ രോഗം വിട്ട് നിന്നെ പോരാടുന്ന, യേശുവിലേക്ക് കടന്നു വരാൻ കഴിയാതെ ബന്ധിക്കുന്ന ബന്ധനം അഴിയട്ടെ. ഓ രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. വിടുതൽ പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. രക്തസ്രവമുള്ള സ്ത്രീ, ആമേൻ, ഹല്ലേലൂയ, ഓടി വന്ന് ആരൊക്കെയോ പറഞ്ഞു, എടി യേശു വരുന്നുണ്ട് കേട്ടോ. യേശു ഒരു വലിയ സഞ്ചാര സുവിശേഷനല്ലേ, അവൻ വലിയ ബിസിയുള്ള ആളല്ലേ, അതുകൊണ്ട് നിന്നെ നോക്കി നിൽക്കത്തില്ല, നീ അടുത്ത് ചെല്ലണം. സ്വന്തം ചെയ്തട്ടെ, നീ ഓടിച്ചല്ലേ, യേശുവിനെ തൊട്ടാൽ മതി. ഇവിടെ മുതലുകളെല്ലാം പല വൈദ്യന്മാരിൽ കൊടുത്തു, പലർക്കും കൊടുത്തു, എന്നിട്ട് വിടുതൽ പ്രാപിച്ചില്ല. അവൾ വളരെ ഭാരപ്പെട്ടിരുന്നു. അയ്യോ എങ്ങനെയാ, എനിക്ക് അശുദ്ധിയാണല്ലോ. ആമേൻ. നോക്കിയേ, ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അശുദ്ധി, യഹൂദന്മാർക്ക് അശുദ്ധി, ആമേൻ, അത് പാടില്ല. അവനടുക്കെ ഓടെ ചെല്ലാൻ പാടില്ല. ഏതെങ്കിലും റൂമിനകത്ത് അടഞ്ഞിരുന്നോണം. പക്ഷേ അതൊന്നും സാരമാക്കാതെ തിക്കിനും തിരക്കിനും നടുവിലൂടെ ഓടി വന്ന്, ഹല്ലേലൂയ, വിശ്വാസത്തോടെ എല്ലാം, ആമേൻ, നിയമങ്ങളെ തെറ്റിച്ചുകൊണ്ട് ഇതാ ഓടി വന്നുകൊണ്ട്, ഹല്ലേലൂയ, യഹൂദന്മാരുടെ ന്യായപ്രമാണത്തെ തെറ്റിച്ചുകൊണ്ട് ഓടി വന്ന് ഇവൾ യേശുവിന്റെ വസ്ത്രത്തെ തൊടുമ്പോൾ അവർക്ക് അശുദ്ധി മാറി, ശുദ്ധിയായി മാറി. ഇന്ന് രാത്രി യേശുവിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ദേശമേ കേൾക്കാം, യേശുവിനെ തൊടുമ്പോൾ നിന്റെ അശുദ്ധി മാറും, നീ ശുദ്ധിയായി മാറും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ആമേൻ. വചനം പറയുമ്പോൾ തന്നെ എനിക്ക് വിശ്വാസമുണ്ട് ഈ രാത്രിയിൽ ഈ അഭിഷേകം പലരെ തൊടുകയാ. ഈ അഭിഷേകം, ഈ രോഗമാന ബന്ധനങ്ങൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. ഓ
ജീസസ് പ്രാപിക്കണം കേട്ടോ. അഭിഷേകത്തോട് ആരാധിച്ചോ. നമ്മൾ മുഖാന്തരം ഈ ദേശത്തിന് വിടുതലുണ്ടാകണം. ഈ കൺവെൻഷൻ മുഖാന്തരം ചില ഭാവികൾ രക്ഷിക്കപ്പെടണം, ചില രോഗികൾ സൗഖ്യമാകണം. എനിക്ക് വിശ്വാസമുണ്ട് ഈ വചനം നാമെ ശബ്ദം കമ്പനം ചെയ്യുകയാ, അതൊരിക്കലും അതിങ്ങനെ മാറി മാറി പോകുകയാ. ഈ ശബ്ദം കല്ലുകളാർക്കും. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനമുണ്ട്. ഇന്ന് രാത്രി വചനം ചെല്ലുമ്പോൾ, ഈ ശബ്ദം ചെല്ലുമ്പോൾ തന്നെ ചില ഭവനങ്ങളെ തൊടുകയാ ഇന്ന് രാത്രി. ലത എന്ന് പറയുന്ന ഒരു സഹോദരിയെ പേര് വെളിപ്പെടുന്നുണ്ട് എനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മഹത്യ ശ്രമിക്കുന്ന ലത എന്ന് പറയുന്ന ഒരു പേര് ഇന്ന് രാത്രിയിൽ വെളിപ്പെടുന്നുണ്ട്. ശക്തമായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സഹോദരി, നീ ആത്മഹത്യ ചെയ്യണ്ട, നീ മടങ്ങി വാ. യേശു നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്. യേശു തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ ഏത് കോണിലിരുന്നാലും, നീ കയറിന്മേൽ നിന്റെ ജീവൻ അവസാനിപ്പിക്കാൻ നോക്കുന്നെങ്കിൽ നീ മടങ്ങി വാ. നിന്റെ രോഗം സൗഖ്യമാക്കി നിന്നെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. തങ്കപ്പൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞൊരു ആമേൻ വൃദ്ധനെ ദൈവാത്മ കാണിക്കുന്നു. TB രോഗത്താൽ ഭാരപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ ഈ ദേശത്ത് എവിടെയുണ്ടെങ്കിലും ഹല്ലേലൂയ കർത്താവ് അവിടെ സഞ്ചരിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വ്യാപിക്കുക. എനിക്ക് വിശ്വാസമുണ്ട് ഈ കൺവെൻഷൻ മുഖാന്തരം ചിലർ മാനസാന്തരപ്പെടും, ചിലർ രക്ഷിക്കപ്പെടും, ചിലർ സ്നാനപ്പെടും. ചിലരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ വീഴാൻ പോകുക, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാൻ പോകുക, ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് വരികയോ. നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്ഫടിക സ്വച്ഛതയുള്ള ആ യെരൂശലേമിലേക്ക്, ആ പുതിയ നഗരത്തിലേക്ക് നിന്നെ കൊണ്ടുപോകണമെങ്കിൽ നീ വിശ്വസിക്കുക. വിശ്വാസത്തോടെ ഈ സ്ത്രീ തൊട്ടതുപോലെ ഒന്ന് തൊടെ. യേശുവിനെ കുറിച്ച് കേട്ടവരൊക്കെ അനേകം ദേശത്തുണ്ട്. എന്നോട് ദൈവാത്മ സംസാരിക്കുന്ന അങ്ങനെയാ. യേശുവിനെ കുറിച്ച് കേട്ടവർ ഒത്തിരി പേരുണ്ട്. കേട്ടിട്ട് അവിടെ ഇരിക്കുവാനല്ല പറയുന്നത്. ഈ സ്ത്രീ ചെയ്തതുപോലെ എല്ലാ നിയമങ്ങളും തെറ്റിച്ച്, ആമേൻ, ന്യായപ്രമാണമൊക്കെ തെറ്റിച്ച് ഹല്ലേലൂയ ഓടി വന്ന് തിക്കിനും തിരക്കിനും ഇടയിലൂടെ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ അവൾ വിടുതൽ പ്രാപിച്ചെങ്കിൽ നിയമം നോക്കണ്ട, ചർച്ചക്കാരെ നോക്കണ്ട, ലോകക്കാരെ നോക്കണ്ട. ലോകത്തെ നോക്കിയ, ലോകത്തെ സ്നേഹിക്കുന്നവന് ദൈവത്തിന് ആവശ്യമില്ല. ഇന്ന് രാത്രി കുടുംബങ്ങളെ നോക്കണ്ട, നീ മടങ്ങി വാ. യേശുവിന്റെ ശക്തി ഇന്ന് രാത്രി നീ തിരിച്ചറിയും. പട്ടണത്തില് അവൻ മരണത്തെ നിർത്തിയത് യേശു കാല് വെച്ചപ്പോൾ മരണത്തിന് ശക്തി ക്ഷയിച്ചു. യേശു കാല് വെച്ചപ്പോൾ മരണത്തിന് ശക്തി ക്ഷയിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ചില കുടുംബങ്ങളിൽ ഈ ദേശത്ത് ഇന്ന് രാത്രി യേശു കാല് വെക്കുമ്പോൾ മരണം കൈവരിക്കുവാൻ, കുഴിയിൽ അടക്കം ചെയ്യുവാൻ, രോഗിയാക്കുവാൻ നോക്കുന്ന പിശാചിന്റെ പദ്ധതിയുടെ ശക്തി ഇന്ന് രാത്രി ക്ഷയിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ, യേശുവിൽ വിശ്വസിക്കുന്നവന്റെ ഭവനത്തിൽ വാളില്ല, വെട്ടോത്തിയില്ല, അടിയില്ല, കൊലയില്ല. ആമേൻ. പെന്തക്കോസ്തരുടെ വീട്ടിൽ ഒരു വാളുമില്ല. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. നീ കൊല ചെയ്യുവാനല്ല, നീ യേശുവിന്റെ മകനായി മാറ്. ഇത് പറയുമ്പോൾ തന്നെ, ഞാൻ വിശ്വസിക്കുന്നത് പറയുമ്പോൾ തന്നെ ചിലവരോട് ദൈവാത്മ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ തൊട്ടാൽ നമ്മൾ ശക്തിയുള്ളവരാകും. യേശുവിനെ തൊട്ടാൽ ശുദ്ധിയുള്ളവരാകും. ഹല്ലേലൂയ. നോക്കണമേ, അവൻ പല വൈദ്യന്മാരെടുത്തും മുതലെല്ലാം കൊടുത്ത് ഭാരപ്പെട്ടിരുന്ന ഈ സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ട് ഹല്ലേലൂയ ഓടി വന്ന് യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ തന്നെ അവിടെ ശരീരത്തിലെ ബാധ മാറി, അവൾ സ്വസ്ഥയായി മാറി. ഇന്ന് രാത്രിയിൽ കുടുംബത്തിലെ സമാധാനത്തെ ഇല്ലാതാക്കുന്ന ഒരു ബാധയാ. അവൻ മദ്യപാനം ഉണ്ടാക്കുന്ന ഒരു ബാധയാ. അല്ലെങ്കിൽ രോഗമുണ്ടായിടുന്നത് ഒരു ബാധയാ. ഹല്ലേലൂയ. ആ ബാധ ഇന്ന് രാത്രി ഒഴിയട്ടെ. ഇന്ന് രാത്രി ദേശം വിട്ട് മാറട്ടെ. ഇന്ന് രാത്രി സഹോദര, യുവാവേ, എന്നെ കേൾക്കുന്ന കുടുംബമേ, ഇന്ന് രാത്രി മടങ്ങി വാ. നിനക്കൊരു സ്വാതന്ത്ര്യം വേണ്ടേ? നിനക്കൊരു സ്വാതന്ത്ര്യം വേണ്ടേ? നിനക്കൊരു വിടുതൽ വേണ്ടേ? നിനക്കൊരു സമാധാനം വേണ്ടേ? ഇന്ന് രാത്രിയിൽ രാജേഷ് പാസ്റ്ററിനെ വിളിച്ചു പറയുന്നത്, പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ. ഈ പുതുമുക്കിനെ യേശു സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ പാടാനിരിക്കുന്ന ആമേൻ ഇവിടെ സഹോദരങ്ങളുണ്ട്. മൈക്ക് സിസ്റ്റം ആമേൻ സ്തോത്രം ട്യൂൺ ചെയ്യുന്ന പ്രിയ ദാസനുണ്ട്. ആമേൻ ഇവിടെ വേദിനിക്ക് ദൈവദാസന്മാരുണ്ട്. ഞങ്ങൾക്കൊന്നും പുകഴുവാനൊന്നുമില്ല. ഞങ്ങളെ ഇവിടെ നിർത്തിയത് യേശുവാ. സ്തോത്രം ചെയ്താട്ടെ. ഞങ്ങൾക്കൊരു വെളിച്ചം തന്നത് യേശുവാ. ഇന്ന് രാത്രിയിൽ നീയും ഇതിനകത്ത് കയറി നിൽക്കണം. ഹല്ലേലൂയ. മടങ്ങി വന്നാൽ നിനക്കൊരു വെളിച്ചമുണ്ടാകും. നിന്റെ ഇരുട്ട് മാറും. നിന്റെ രോഗം ക്ഷയിക്കും. നിന്നെ ക്ഷയിപ്പിക്കുന്ന ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയും. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി യേശുവിന്റെ വസ്ത്രത്തിന് വിടുതലുണ്ട്. യേശുവിന്റെ തുപ്പലിന് വിടുതലുണ്ട്. യേശുവിന്റെ ശരീരത്തിന് വിടുതലുണ്ട്. ഒരിക്കൽ പുരുടന്റെ കണ്ണ് കാഴ്ചപ്പെടുത്തപ്പോൾ അവൻ തുപ്പി ചെളിയെടുത്ത് അത് പുരട്ടി കഴുകിയപ്പോൾ, ശീലോ കുളത്തിൽ കഴുകിയപ്പോൾ അവന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു. കാരണം യേശുവിന്റെ വസ്ത്രത്തിലല്ല നീ ആശ്രയിക്കുന്നത്. സ്വതന്ത്രം ചെയ്താട്ടെ. യേശുവിന്റെ തുപ്പലിലല്ല ആശ്രയിക്കുന്നത്. യേശു എന്ന വ്യക്തിത്വത്തെ, യേശുവിന്റെ ശക്തിയിൽ, ഹല്ലേലൂയ, അതിൽ നീ ആശ്രയിച്ചാൽ നിനക്ക് ഇന്ന് രാത്രി വിടുതലുണ്ടാകും. വളരെ തിക്കിനും
തിരക്കിനും നടുവില ഈ സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ട് ഓടി വന്നു എല്ലാം മാറ്റി വന്ന് തൊടുവാനിടയായി തീർന്നത്. വിശ്വാസമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാൽ ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ, സമയം ദീർഘമായി പോകുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. കരയുന്ന ചില കുടുംബങ്ങളെ കർത്താവിനെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ കൺവെൻഷൻ മുഖാന്തരം നിന്റെ കരച്ചിലൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. നോക്കി, യേശുവിനൊരു പ്രത്യേകതയുണ്ട്. മാർത്തയും സഹോദരിയൊക്കെ കരഞ്ഞിരുന്നപ്പോൾ യേശു അവരോടൊപ്പം ചേർന്ന് കരഞ്ഞു. സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. മാറിയിരുന്ന് ചിരിക്കുന്ന ദൈവത്തെയല്ല ഞാൻ വിശ്വസിക്കുന്നത്, നമ്മെ ഉണ്ടാക്കിയ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ ഉണ്ടാക്കിയ ദൈവത്തെയല്ല ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്, നമ്മെ ഉണ്ടാക്കിയ ദൈവത്തെയാണ്. സ്തോത്രം ചെയ്താട്ടെ. നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ നാം ആരാധിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യേശു ആ കല്ലറയുടെ നടുവിൽ ചെന്ന ആ സംഭവം നമുക്ക് വായിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. യേശുവിന്റെ ഒരു പ്രത്യേകത നോക്കി, കരയുന്നവന്റെ കൂടെ ചേർന്ന് കരയുവാൻ. പ്രൈസ് ദി ലോർഡ്. യേശു ചിരിക്കുന്നതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. സ്തോത്രം. പക്ഷേ യേശു കരഞ്ഞു. യെരൂശലേം ദേവാലയത്തെ ഓർത്ത് കരഞ്ഞു. ക്രൂശിൽ കിടന്നപ്പോൾ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രൂശിൽ കിടന്ന് യേശു കരഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. വിലപിച്ചു യേശു. ആമേൻ. ബഥാനിയയിലെ ലാസറിന്റെ കുടുംബത്തെ ഓർത്ത് കരഞ്ഞു. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ചില കരയുന്ന മാതാപിതാക്കളെ, ചില കരയുന്ന കുടുംബങ്ങളോട് ദൈവാത്മ ദൂത് പറയുന്നത്, ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഏറ്റെടുക്കാൻ തയ്യാറാണോ? നിന്റെ കരച്ചിലിനോടൊപ്പം ചേർന്ന് കരയുവാൻ യേശു ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും ഞങ്ങളും 12 വർഷക്കാലം വളരെയധികം കഷ്ടത സഹിച്ച് വെള്ളിയിലെ വനത്തിന്റെ ഇറമ്പിൽ അട്ടയും പാമ്പും കയറി വരുന്ന കറണ്ട് പോലും ഇല്ലാതെ ആ വനത്തിന്റെ സൈഡിൽ 12 വർഷക്കാലം ശരിക്കും ആഹാരം പോലും കഴിക്കാതെ ദൈവവേല ചെയ്ത ആ രംഗം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. സ്തോത്രം ചെയ്താട്ടെ. ഞങ്ങളോടൊപ്പം ഒത്തിരി പേര് പ്രവർത്തിച്ചിട്ടുണ്ട്, ഒത്തിരി കൺവെൻഷനുകൾ നടത്തിയിട്ടുണ്ട്, ഒത്തിരി ക്രൂസേഡുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. 2 വർഷമായിട്ട് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളൂ. വർഷങ്ങളായി ദൈവസന്നിധിയിൽ നിന്നും പെട്ടെന്ന് ഉയരുവാൻ ആഗ്രഹിക്കരുത്, പെട്ടെന്ന് ചാടുവാൻ ആഗ്രഹിക്കരുത്. പതുക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധി വിശ്വസ്തയോടെ ജീവിത ശൈലിയോടെ പിതാവിന്റെ മാർഗത്തിലൂടെ ഞങ്ങളുടെ പ്രവർത്തകരും നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു അമേരിക്കന്റെ പണമില്ലാതെ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ കടം വന്നാലും യേശുവിനെ വിളിച്ചു പറയുവാൻ ശക്തിയുള്ളവരായി തീരുവാൻ ഇന്ന് രാത്രി നീ മടങ്ങി വാ. ഹല്ലേലൂയ. ഞങ്ങൾ യേശുവിനെ വിളിച്ചു പറയുകയോ. ഒരു സാമൂഹ്യ പരിഷ്കർത്താവല്ല, മതസ്ഥാപകനല്ല യേശു. ഇന്ന് രാത്രി യേശു വന്നത് പാപികളെ സ്നേഹിക്കാനും പാപം വെറുക്കുന്നവനായ യേശു. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൽ നിന്നും വിടുതൽ പ്രാപിച്ചതിന് 3 കാരണമുണ്ട്. ഒന്ന്, യേശുവിനെ കുറിച്ച് അവൾ കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. 2, കേട്ടത് മാത്രമല്ല, യേശുവിനെ അവൾ തൊട്ടു. പ്രൈസ് ദി ലോർഡ്. 3-ാമതായി, ഈ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൾ അറിഞ്ഞു. സ്തോത്രം ചെയ്താട്ടെ. ഈ 3 കാര്യം അവിടെ വിടുതലിന്റെ പിന്നിൽ അതിനേക്കാൾ ഉപരിയ ഒരു കാര്യമുണ്ട്, വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ എത്ര പ്രസംഗിച്ചാലും അല്ലെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എന്റെ പ്രസംഗം വെറുതെയാകും. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞാൻ എത്ര തിയോളജി പറഞ്ഞാലും ഹല്ലേലൂയ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അത് വെറുതെയാകും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാകും. ഇവൾ വിശ്വാസത്തോടെ വസ്ത്രത്തെ എങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്ന വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കൽ വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ രോഗത്തിന് സൗഖ്യം വന്നത്. വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. വിശ്വാസത്തോടെ വന്ന് തൊട്ടാൽ മാത്രം മതി. പാസ്റ്റർമാരെ നോക്കണ്ട, പെന്തക്കോസ്ത് ചർച്ചുകളെ നോക്കണ്ട, ക്രിസ്ത്യാനികളെ നോക്കണ്ട. ഒരുപക്ഷെ നീ ഒരു അക്രൈസ്തവനായിരിക്കാം, ഹല്ലേലൂയ. ഒരുപക്ഷെ നീ അനാത്മീയനായിരിക്കാം, ലോക മനുഷ്യനായിരിക്കാം, പ്രാകൃത മനുഷ്യനായിരിക്കാം, ജഡീക മനുഷ്യനായിരിക്കാം. ഏതുമാകട്ടെ, യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ വിശ്വാസമുള്ള ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശ്വാസം ഇംഗ്ലീഷ് വേർഡ് 2 വേർഡ് പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. 1 ഫെയ്ത്ത്, അത് നമ്മുടെ ബൈബിളിലെ വിശ്വാസം. 2 ബിലീവ്. സ്തോത്രം. ഹല്ലേലൂയ. 2 വേർഡ് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. 1 ബിലീവ്, 2 ഫെയ്ത്ത്. എന്താണ് ബിലീവ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രപിതാവാണ് മഹാത്മാ ഗാന്ധിജി. അദ്ദേഹത്തെ കൊന്നത് നഗറാം ഗോഡ്സെ എന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മൾ കേട്ടതേ ഉള്ളൂ. നമ്മൾ പോർബന്തറിലോ ഈ വെടിവെച്ച സമയത്ത് പോയില്ല. സ്തോത്രം ചെയ്താട്ടെ. പക്ഷെ അത് കണ്ട ഒരാളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് കണ്ട ഒരാളുണ്ട്. അപ്പൊ കണ്ട വസ്തുത ഒരു ദാറ്റ് ഈസ് ഫാക്ട്സ്.
ആ കണ്ട വസ്തുതയെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഒരാൾ പറഞ്ഞത് വിശ്വസിക്കുമ്പോഴാണ് ബിലീവ് ആകുന്നത്. സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ തയ്യാറായ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അത് ചരിത്രത്തിലുള്ള വിശ്വാസമാണ്. രാഷ്ട്രപിതാവിനെ നാഥാറാം ഗോഡ്സെ വെടിവെച്ച് കൊന്നത് നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയും അഹോരാത്രം പ്രയത്നിച്ച ഒരു രാഷ്ട്രപിതാവാണ് നമ്മുടെ ഗാന്ധിജി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത് ചരിത്രപരമായ ഒരു വിശ്വാസമാണ്. ഇനി അടുത്തത്, ആമേൻ, ഭൂമി സൂര്യന് ചുറ്റും വലം വെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ വിശ്വസിക്കുന്നു. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നോക്കിയേ, ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ കഴിഞ്ഞിടെ ഒരു ഗ്രഹം അപ്രത്യക്ഷമായെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഭൂമിയെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭൂമി എന്ന ഗ്രഹത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക. എന്താ ഭൂമിക്കൊന്നും സംഭവിക്കാത്ത അനേക ദൈവമക്കളുടെ പ്രാർത്ഥന. ഇവിടെ ഒരു ജനറേറ്റർ അപ്പുറം ഇരിപ്പുണ്ട്, അത് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഇവിടെ വെളിച്ചം കിട്ടുന്നത്. സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ടാണ് ഇവിടെ വെളിച്ചം കിട്ടുന്നത്. നമ്മുടെ ശബ്ദം ഇവിടെ അനേകർ അറിയുന്നത്. അതേപോലെ അനേകരുടെ പ്രാർത്ഥനയാണ് പുത്തൂർമുക്ക് നിൽക്കുന്നത്. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഭൂമിയുടെ അടുത്ത് ഇത്ര ഡിഗ്രി സെൽഷ്യസ് ഇച്ചിരൂടെ ആയാൽ മതി. ശാസ്ത്രജ്ഞർ കണ്ടു തെളിയിക്കപ്പെട്ടിട്ടുള്ളതാ. സൂര്യന് അടുത്തിരിക്കുക, ചൂട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ദൈവം പറഞ്ഞത് പുരാതന കാലത്തെ പാപം മുഖാന്തരം നോഹയുടെ ജലപ്രളയം നമുക്കറിയാം. വെള്ളത്താലാണ് നശിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം പറഞ്ഞു, ഇനി വെള്ളത്താൽ നശിപ്പിക്കത്തില്ല, ഇനി തീയാലാണ് നശിപ്പിക്കുന്നത്. ചൂട് ഓരോ വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെയൊക്കെ പിന്നിൽ യേശു വരാറായി. പ്രൈസ് ദി ലോർഡ്. ഇതാകുന്നു സുപ്രധാന കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇപ്പോൾ നീ യേശുവിനെ വിശ്വസിച്ചോണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഭൂമി സൂര്യനോട് ശക്കരം ഒന്ന് അടുത്താൽ മതി, ഒരു പോയിന്റ് ഒന്ന് മാറിയാൽ മതി, ഉരുകിപ്പോകും. അത് ഉരുകാതെ നിർത്തുന്നത് ദൈവമാണ്. മനസ്സിലായില്ല? സ്തോത്രം ചെയ്താട്ടെ. ഭൂമി സൂര്യനോട് ചേർന്നാൽ ഉരുകിപ്പോകും. ചൂട് കൊണ്ട് വർദ്ധിച്ച് ഭൂമി ഉരുകിപ്പോ. അത് ഉരുകാതെ നിർത്തുന്നത് ആരാ? ശാസ്ത്രജ്ഞന്മാരാണോ? അവർക്ക് കണ്ടുപിടിക്കാനേ കഴിയത്തുള്ളൂ. അതാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇപ്പോൾ ഈ ഭൂമിയിൽ ഇത്രയും നല്ല സമ്പുഷ്ടമായി നമ്മൾ ജീവിക്കുന്നു. നമ്മൾ നല്ല രീതിയിൽ നമുക്ക് വെളിച്ചം ലഭിക്കുന്നു, വെള്ളം ലഭിക്കുന്നു. ആമേൻ. ഭവനങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആവശ്യമായ വായു, ജലം എല്ലാം ലഭിക്കുന്നു. പക്ഷെ ഇത് എന്തുകൊണ്ട് ലഭിക്കുന്നു, എങ്ങനെയാണ് ഇതിന്റെ പിന്നെ രഹസ്യം എന്ന് ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നില്ല. അവർ പഠിക്കാൻ പോകുന്ന മൊത്തവും ജീവനില്ലാത്ത സ്ഥലത്തേക്കാണ്. സ്തോത്രം ചെയ്താണ്. ഇതിന്റെ പിന്നിൽ ഒരാളുണ്ടെന്ന് അവർക്കറിയാം. അത് തെളിയിക്കപ്പെടും. സ്തോത്രം ചെയ്താട്ടെ. അത് തെളിയിക്കപ്പെടും. അത് തെളിയിക്കപ്പെടും. ആമേൻ. ഇതിന്റെ പിന്നിൽ ആമേൻ ഇന്നും ഭൂമിയെ നിർത്തുന്നത് സർവശക്തനായ ദൈവമാണെന്നുള്ള കാര്യം ശാസ്ത്രജ്ഞന്മാർക്കറിയാം. അതുകൊണ്ട് അത് തെളിയിക്കപ്പെടുമെന്നുള്ള അവരുടെ നിഗമനം തെളിയിക്കാൻ പോവുക കർത്താവ്. സ്തോത്രം ചെയ്താട്ടെ. അത് തെളിയിക്കാൻ പോവുക. അതിന്റെ നിഗമനങ്ങളൊക്കെ നടക്കുക. അതിന്റെ പ്രൂഫുകളൊക്കെ നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. ഹല്ലേലൂയ. ഇന്ന് ലോകരാജ്യങ്ങൾ ഫിനാൻഷ്യലായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുക. ഇതിന്റെയൊക്കെ പിന്നിൽ കർത്താവ് യേശുവിന്റെ വരവാണ്. ആമേൻ. അല്ലെങ്കിൽ മഹാഭാരതത്തിൽ വിളിച്ചു പറയുന്നു, യേശു കർത്താവ് ദൃശ്യമുനികളുടെ അവരുടെ ഇടയിൽ പോയി ആമേൻ ശുശ്രൂഷിച്ചിട്ടുണ്ടെന്നാണ് മഹാഭാരതത്തിൽ വേദവ്യാസൻ എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഖുർആനിൽ യേശുവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. യേശു നബിയെ കുറിച്ച് വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി ആമേൻ അതിനെക്കുറിച്ച് ഇപ്പോഴും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മഹത്വേദ ഗ്രന്ഥങ്ങളിൽ പോലും യേശുവിനെ കുറിച്ച് ആമേൻ അനേകർ പറയുന്നു. പൊളിറ്റിക്കൽ ലീഡേഴ്സുമാർ പോലും യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവരെല്ലാം യേശുവിനെ ബഹുമാനിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിനക്കും യേശുവിനെ ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വന്നുകൂടെ, ഒന്ന് ബഹുമാനിച്ചുകൂടെ? ഇന്ന് രാത്രി ശാസ്ത്രം പോലും ബൈബിളിന്റെ പിന്നിൽ പോകുന്നെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു കാണിക്കുന്ന യേശുവിനെ തെളിയിച്ചു കാണിക്കുക. ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ സ്ത്രീ യേശുവിന്റെ അടുക്കൽ ഓടി വന്ന് തിക്കിനും തിരക്കിനും നടുവിൽ വിശ്വാസത്തോടെ കടന്നു വന്ന് യേശുവിനെ തൊട്ടത് മുഖാന്തരം അവൾക്ക് വിടുതൽ ലഭിച്ചത്. ഹല്ലേലൂയ. അങ്ങനെയാണ്. അതേപോലെ വിശ്വാസം ഇന്ന് രാത്രി നമുക്കുണ്ടാകണം. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, അല്ലെങ്കിൽ നാട്ടുകാർ, ജനങ്ങൾ, ആമേൻ, ഈ ദേശനിവാസികൾ വിശ്വാസത്തോടെ നാളെ ഇന്ന് രാത്രി വരാൻ കഴിഞ്ഞില്ല, ശരി, നാളെ ഈ പന്തലിൽ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. വന്നാൽ പ്രിയായി കർത്താവ് നിന്നെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞിടെ ഞങ്ങളുടെ ഒരു ശുശ്രൂഷയിൽ 40 വർഷമായി ബന്ധിച്ച ഒരു വലിയ ബന്ധനം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് 10 മിനിറ്റ് പ്രാർത്ഥന കൊണ്ട് അഴിയോനിടയായി തീർന്നു.
യേശുവിന്റെ പ്രത്യേകത കോടിക്കണക്കിന് രൂപ കൊണ്ട് കെട്ടിയതിനെ സ്വതന്ത്രം ചെയ്താട്ടെ, വട്ടകൾ കൊണ്ട് പഴക്കം ചെയ്ത് ശുദ്ധം ചെയ്ത് നിന്നെ തകർക്കാൻ കെട്ടിയതിനെ നിമിഷ നേരം കൊണ്ട് അഴിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. വിശ്വാസത്തോടെ കടന്നു പോ. ആമേൻ. വർഷങ്ങളെ നിന്റെ രോഗത്തിന്റെ പിന്നിൽ ബന്ധനമാ, നിന്റെ രോഗത്തിന് പിന്നിൽ ഒരു ബാധയാ, നിന്റെ ഉയർച്ചയുടെ പിന്നിൽ ഒരു ബാധയാ. സ്തോത്രം. എനിക്ക് വിശ്വാസമുണ്ട് രാജേഷ് പാസ്റ്ററോട്. സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ ഡബിൾ മടങ്ങ് തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസത്തെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ഇതിന്റെ ഡബിൾ മടങ്ങ് സെറ്റിംഗ് ആമേൻ ഹല്ലേലൂയ കർത്താവ് തരാൻ പോവുക. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി നീ എത്രമാത്രം ദൈവസേന ചെലവഴിച്ചിട്ടുണ്ടോ അതിന്റെ ഡബിൾ മടങ്ങ് കർത്താവ് യേശു നൽകി തരാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു വിശ്വാസമാണ്, ചരിത്രപരമായ വിശ്വാസം. രണ്ട്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വിശ്വാസം. ഇനിയാ നമ്മുടെ വിശ്വാസം. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എബ്രായ ലേഖനം പറയുന്നു 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്താ വിശ്വാസം? പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വാസം എന്നത്